التمسك بالأثر نجاه. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, 18ാമത്തെ ഹദീസാണ് നമുക്കിനി വായിക്കാനുള്ളത്. الحديث 18 عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم قال الله تبارك وتعالى أنا أغنى الشركاء عن الشرك من عمل عملا أشرك فيه معي غيري تركته وشركه. رواه مسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തബാറക വതആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകൾക്കാണ് ഹദീസ് അൽ ഖുദ്സി എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് ഹദീസ് അൽ ഖുദ്സി. അതും ഖുർആനും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഖുർആൻ നമുക്ക് നിസ്കാരത്തിൽ പാരായണം ചെയ്യാവുന്നതാണ്. എന്നാൽ ഹദീസ് അൽ ഖുദ്സി അള്ളാഹുവിൽ നിന്നാണെങ്കിലും അത് നിസ്കാരത്തിൽ പാരായണം ചെയ്യാൻ പാടില്ലാത്തതാണ്. അതേപോലെ ഖുർആനിൻ്റെ ഓരോ ഹർഫിനും പ്രതിഫലമുണ്ട്. അത് പാരായണം ചെയ്യുന്നത് കൊണ്ട് ഇബാദത്ത് ഉദ്ദേശിക്കാവുന്നതാണ്. എന്നാൽ ഹദീസ് അങ്ങനെയല്ല. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? അന അഗ്ന ശുറകാഇ അനി ശിർക്ക്. അല്ലാഹു പറയുന്നു, പങ്കാളികളുടെ ശിർക്കിൽ നിന്നും ഞാൻ ഏറെ ഐശ്വര്യവാനാണ്. അല്ലാഹു തആല അവനിൽ പങ്കു ചേർക്കുക എന്നത് ആവശ്യമില്ലാത്തവനാണ്. മനുഷ്യർ അവർക്കിടയിൽ ചില മനുഷ്യർക്ക്, ചില ആളുകൾക്ക് പലതും ആവശ്യമില്ലാത്തവരുണ്ടാകും. ചില കാര്യങ്ങളിൽ അവർക്ക് ഐശ്വര്യമുണ്ടാകും. എന്നാൽ അല്ലാഹു തആല അവന് യാതൊന്നും ആവശ്യമില്ലാത്തവനാണ്. യാതൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല. എന്നാൽ മനുഷ്യരെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. തുടർന്ന് പറയുന്നത് നോക്കും, മൻ അമില അമലൻ, ആരെങ്കിലും ഒരു പ്രവർത്തനം പ്രവർത്തിച്ചു, ഒരു അമൽ ചെയ്തു, ഏത് അമലാകട്ടെ, ഇവിടെ നെക്കിറയാണ് അമലൻ, ഏത് പ്രവർത്തനമാകട്ടെ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇങ്ങനെയുള്ള ഏത് പ്രവർത്തനമാകട്ടെ, അശ്റക ഫീഹി മഅയ ഗൈരി, എൻ്റെ കൂടെ മറ്റു വല്ലവരെയും മറ്റു വല്ലതിനെയും പങ്കു ചേർത്തു, അങ്ങനെയാണ് എങ്കിൽ തറക്തുഹു വശിർക, അവനെയും ആ പങ്കു ചേർത്തതിനെയും അല്ലാഹു തആല ഒഴിവാക്കുന്നതാണ്, സ്വീകരിക്കുകയില്ല എന്നർത്ഥം. അല്ലാഹു തആല ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് സ്വീകരിക്കുകയില്ല. മറിച്ച് എന്താണ് അല്ലാഹു സ്വീകരിക്കുക? അല്ലാഹു പറഞ്ഞില്ലേ, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹു സ്വീകരിക്കുക അവൻ ഇഖ്ലാസോടെ മാത്രം ചെയ്ത പ്രവർത്തനങ്ങളാണ്. എന്നാൽ അവന് പങ്കു ചേർത്ത പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഈ വിഷയത്തിലെ, ഈ ഹദീസിലെ വിഷയം എന്താണ്? അത് ഇഖ്ലാസാണ്. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? ഭാഷാപരമായ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് തസ്ഫിയ എന്നതിൽ നിന്നാണ്. ഭാഷാപരമായ അതിൻ്റെ അർത്ഥം ശുദ്ധിയാക്കുക. അഖ്ലസ്തുൽ അസല എന്ന് പറഞ്ഞാൽ തേനിനെ ഞാൻ ശുദ്ധിയാക്കി എന്നാണ്. ശുദ്ധിയാക്കി അതിൻ്റെ മെഴുക്ക്, അതേപോലുള്ള മറ്റ് കലർപ്പുകളിൽ നിന്നെല്ലാം ശുദ്ധിയാക്കിയതിനാണ് അഖ്ലസ്തുൽ അസല എന്ന് പറയുക. അപ്പോൾ മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ, ഇഖ്ലാസ് ഉള്ളവൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയെ ഇബാദത്തുകൾ അവന് വേണ്ടി മാത്രമാക്കുക. നിയത്തിൽ വരുന്ന മറ്റ് കലർപ്പുകൾ, ശിർക്ക് പോലെ, റിയാഹ് പോലെ, സുമാത്ത് പോലെ, ഇങ്ങനെയുള്ള കലർപ്പുകളെല്ലാം ഒഴിവാക്കിയവൻ എന്നതാണ് മുഖ്ലിസ് എന്നതിൻ്റെ അർത്ഥം. ഇനി ഇഖ്ലാസ് ഓരോ ഇബാദത്തുകളിലും നിർബന്ധമായ കാര്യമാണ്. ഏതൊരു ഇബാദത്താകട്ടെ അതിൽ ഇഖ്ലാസ് ഉണ്ടാവുക എന്നത് നിർബന്ധമാണ്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഏതൊരു പ്രവർത്തനവും സ്വീകരിക്കപ്പെടാൻ രണ്ട് നിബന്ധനകളുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. രണ്ടാമത്തേത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുക എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടത്. ഒന്ന് ഇഖ്ലാസ്, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചത്.
പ്രവാചകൻ എങ്ങനെയാണ് ഇത് ചെയ്തത്, എങ്ങനെയാണ് കാണിച്ചു നൽകിയത്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ്. ഈ ഹദീസിൽ നമ്മൾ പഠിക്കുന്നത് ഇഖ്ലാസിനെ കുറിച്ചാണ്. ഇഖ്ലാസ് ഉണ്ടാവുക എന്നത് ഓരോ പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടാനുള്ള മിനിമം ക്വാളിഫിക്കേഷനാണ്, അതിൻ്റെ നിബന്ധനയാണ്. ഇനി ഇഖ്ലാസിനെ കോട്ടം തട്ടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്നാമതായി പെടുക റിയാ ആണ്. റിയാ എന്താണ്? റിയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കുന്നതിനു വേണ്ടി, അങ്ങനെ ആ കണ്ട ആൾ നമ്മെ പ്രശംസിക്കുന്നതിനു വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക. ഇതിനാണ് റിയാ എന്ന് പറയുക. നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്നതിനു വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക, അങ്ങനെ പ്രശംസ നേടിയെടുക്കുക. ഇതിനെയാണ് റിയാ എന്ന് പറയുക. അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത്, പക്ഷേ അതിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഇന്നയാൾ കാണുന്നുണ്ട്, അതാണ് അതിനെ പ്രേരിപ്പിക്കുന്ന വിഷയം. അതുകൊണ്ട് തന്നെ ഈ റിയാഇൻ്റെ ഹുക്ം എന്താണ്? ഇതിൻ്റെ വിധി എന്താണ്? ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. എന്താണ് അതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, ഇന്ന അഖ്വഫ മാ ഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഷിർക്കുൽ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. ഖാലു യാ റസൂലല്ലാഹ് വമ അശ്ശിർക്കുൽ അസ്ഗർ. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്താണ് ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ? ഖാല അൽ-റിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിയാ ആണ്, മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇനി ഒരു പ്രവർത്തനത്തിൽ റിയാ കൂടിക്കലർന്നാൽ ആ പ്രവർത്തനത്തിൻ്റെ വിധി എന്താണ്? റിയാ ഒരു പ്രവർത്തനത്തിൽ കൂടിക്കലർന്നു, അങ്ങനെയാണെങ്കിൽ ആ പ്രവർത്തനം, അതിൻ്റെ വിധി എന്താണ്? അത് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ? അതിന് വിശദമായ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, അവൻ അള്ളാഹുവിൻ്റെ വജ്ഹ് തീരെ ഉദ്ദേശിക്കുന്നില്ല. ആളുകൾ കാണണം, ആളുകൾ പ്രശംസിക്കണം എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല എന്നത് ഉറപ്പാണ്. പിന്നെ ഇത് ഒരു മുഅ്മിനിൽ നിന്നുണ്ടാകുമോ? രഹസ്യമായി ചെയ്യുന്ന ഇബാദത്തുകൾ, ഉദാഹരണത്തിന് നോമ്പ് പോലെ, അങ്ങനെയുള്ള ഇബാദത്തുകളിൽ റിയാ, ഇങ്ങനെ റിയാ തുടക്കം മുതൽ അവസാനം വരെ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കാതെ ഇരിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥ അത് ചിലപ്പോൾ മുസ്ലിങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും ഉണ്ടാവുകയില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസ്ഥ അത് മുനാഫിഖീങ്ങളുടെ അവസ്ഥയാണ്. തുടക്കം മുതൽ അവസാനം വരെ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കുന്നേയില്ല. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ മുഴുവൻ റിയാഅാണ്. ജീവിതം മുഴുവൻ മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ദുനിയാവിലെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് സ്വീകരിക്കപ്പെടുകയില്ല. ഇനി ഒരാൾ ഒരു പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ റിയാ ആയിക്കൊണ്ടാണ്, അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ ഒരു പ്രവർത്തനം തുടങ്ങുന്നത് റിയാ ആയിക്കൊണ്ടാണ്. അങ്ങനെയാണ് എങ്കിൽ ആ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുമോ? ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുന്നത് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ്. തുടക്കം മുതലേ ഉള്ള നിയ്യത്ത് അങ്ങനെയാണ്, മറ്റുള്ളവരാൾ കാണണം, പ്രശംസിക്കണം. അതേപോലെ ഖുർആൻ പാരായണം ചെയ്യുന്നു, എന്തിനു വേണ്ടിയാണ്? മറ്റുള്ള ആളുകൾ കാണുന്നതിന് വേണ്ടി, അവരുടെ പ്രശംസ നേടിയെടുക്കുന്നതിന് വേണ്ടി. ഈ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ പേരിൽ അവൻ കുറ്റക്കാരനാണ്. റിയാഇൻ്റെ വിധി നമ്മൾ പറഞ്ഞു, അത് ഷിർക്കുൻ അസ്ഗറാണ്. ഇങ്ങനെ ചെയ്യുക എന്നത് ഷിർക്കുൻ അസ്ഗറാണ്, അതിൻ്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നതാണ്. ഇനി രണ്ടാമത്തേത്, ഒരു പ്രവർത്തനം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, തുടങ്ങിയത് അള്ളാഹുവിന് വേണ്ടിയാണ്, പിന്നീട് അതിലേക്ക് റിയാ വന്നു, നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങി, അള്ളാഹുവിന് വേണ്ടിയാണ് തുടങ്ങിയത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ കടന്നു വന്നപ്പോൾ അയാളും കാണട്ടെ എന്ന രൂപത്തിൽ നിയത്ത് മാറിപ്പോയി. എന്നാൽ ഈ പ്രവർത്തനത്തിൻ്റെ വിധി എന്താണ്? ഇവിടെ കുറച്ച് വിശദാംശങ്ങളുണ്ട്. ഒരു പ്രവർത്തനം, നിസ്കാരം പോലെയുള്ള തുടക്കവും അവസാനവും ബന്ധമുള്ള പ്രവർത്തനമാണ് എന്ന് വിചാരിക്കുക. തുടക്കവും അവസാനവും ബന്ധമുള്ള പ്രവർത്തനങ്ങളാണ്. അങ്ങനെയാണ് എങ്കിൽ ആ വന്ന ചിന്ത ഉടനെ തന്നെ അവൻ തടുക്കുകയാണെങ്കിൽ അവൻ്റെ ആ പ്രവർത്തനം പൊളിഞ്ഞു പോവുകയില്ല. നിസ്കാരം അതിൻ്റെ ഇടയിൽ റിയാവ് വന്നു, മനസ്സിലേക്ക് ഇന്നയാൾ കാണണം, പ്രശംസിക്കണം എന്ന ചിന്ത വന്നു, ഉടനെ തന്നെ ആ ചിന്ത മാറ്റി അതിനെ ദഫ്അ ചെയ്തു, അതിനെ തടഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പ്രവർത്തനം അത് പൊളിഞ്ഞു പോവുകയില്ല. എന്നാൽ അവൻ ആ ചിന്തിച്ചത് കൊണ്ട് അവൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അത് കുറഞ്ഞു പോകുന്നതാണ്.
എന്നാൽ തുടക്കവും അവസാനവും ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങളാണ് എങ്കിലോ, ഉദാഹരണത്തിന് ദിക്ർ ചൊല്ലുകയാണ്, അല്ലെങ്കിൽ ഖുർആൻ ഓതുകയാണ്. ഒരു സൂറത്ത് ഓതി അടുത്ത സൂറത്ത് തുടങ്ങിയപ്പോഴാണ് ഒരാൾ വന്നത്, നിയത്ത് മാറിപ്പോയി, അങ്ങനെയാണെങ്കിലോ അള്ളാഹു ആ പ്രവർത്തനം സ്വീകരിക്കുകയില്ല, അത് പൊളിഞ്ഞു പോകുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരവസ്ഥ, മറ്റൊരവസ്ഥ, നിസ്കാരത്തിൽ അവൻ തുടങ്ങിയത് അള്ളാഹിനു വേണ്ടിയാണ്, റിയാ അതിൻ്റെ ഇടയിൽ കൂടിക്കലർന്നു, എന്നിട്ട് അവൻ അത് പെട്ടെന്ന് തന്നെ അതിനെ തടുക്കുകയോ ചിന്ത മാറ്റുകയോ അള്ളാഹുവിന് വേണ്ടിയാക്കുകയോ ചെയ്തിട്ടില്ല, മറിച്ച് ആ റിയായിൽ തന്നെ തുടർന്നുപോയി. എന്നാൽ ഇതിൻ്റെ വിധി എന്താണ്? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് തുടർന്നുപോയി കഴിഞ്ഞാൽ അത് ബാത്തിലാകുന്നതാണ്, ആ പ്രവർത്തനം പൊളിഞ്ഞു പോകുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരവസ്ഥ, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ഇബാദത്തുകൾ ചെയ്യുക, എന്നിട്ട് പിന്നീട് നിസ്കാരം തുടങ്ങുന്നത് മറ്റൊരാൾ കാണുന്നതിന് വേണ്ടിയാണ്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്ത മാറ്റുകയാണ്, അള്ളാഹുവിന് വേണ്ടിയാക്കിയാൽ എന്താണ് അതിൻ്റെ വിധി? എന്താണ്? നമ്മൾ പറഞ്ഞു തുടക്കവും അവസാനവും ബന്ധമുള്ള ഇബാദത്തുകളാണെങ്കിൽ ഈ പ്രവർത്തനം അത് സ്വീകരിക്കുകയില്ല. നിസ്കാരം തുടങ്ങിയത് മറ്റൊരാൾ കാണുന്നതിന് വേണ്ടിയാണ്, പിന്നീട് നിയ്യത്ത് നന്നാക്കി അള്ളാഹുവിന് വേണ്ടിയാക്കി, അങ്ങനെയാണെങ്കിൽ നിസ്കാരം പോലെ തുടക്കവും അവസാനവും ബന്ധമുള്ള ഇബാദത്തുകളാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. എന്നാൽ തുടക്കവും അവസാനവും ബന്ധമില്ലാത്ത ഇബാദത്തുകളാണെങ്കിലോ, ദിക്ർ പോലെ, ഖുർആൻ പാരായണം പോലെ, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്തത് സ്വീകരിക്കപ്പെടും, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെയ്തത് റിയാ കൂടിക്കലർന്നത് പൊളിഞ്ഞു പോകുന്നതാണ്. ഇനി നാലാമത്തെ ഒരവസ്ഥ, ഒരാൾ ഒരു പ്രവർത്തനം ചെയ്തു, അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്തത്, അതിനുശേഷം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പ്രവർത്തനം പൂർണ്ണമായി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരാൾ കണ്ടിരുന്നെങ്കിൽ എന്ന ആഗ്രഹം മനസ്സിലേക്ക് വന്നാൽ ആ പ്രവർത്തനം സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹംബലി മദ്ഹബിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് പൊളിഞ്ഞു പോവുകയില്ല. കാരണം റിയാ പ്രവർത്തനത്തിൻ്റെ സമയത്താണ് ഉണ്ടാകേണ്ടത്. ആ പ്രവർത്തനം കഴിഞ്ഞു വന്നാൽ ചെയ്തു പോയ പ്രവർത്തനം അത് സ്വീകരിക്കപ്പെടുന്നതാണ്, അത് പൊളിഞ്ഞു പോവുകയില്ല എന്നതാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇനി ഒരാൾ അള്ളാഹുവിന് വേണ്ടിയാണ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നാൽ അവൻ ഉദ്ദേശിക്കാതെ തന്നെ ചില ആളുകൾ അവൻ്റെ അടുക്കൽ വന്നത് അവനെ പുകഴ്ത്തുന്നു. അങ്ങനെ പുകഴ്ത്തൽ കേൾക്കേണ്ടി വന്നാൽ അവൻ്റെ പ്രവർത്തനം പൊളിഞ്ഞു പോകുമോ? അങ്ങനെ കേൾക്കേണ്ടി വന്നാൽ, അങ്ങനെ കേട്ടാൽ അവൻ്റെ പ്രവർത്തനം അത് ബാത്തിലാവുകയില്ല, പൊളിയുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഫതിൽക ആജിലു ബുശ്റൽ മുഅ്മിൻ, അതൊരു മുഅ്മിനെ ലഭിക്കുന്ന, വേഗത്തിൽ ലഭിക്കുന്ന സന്തോഷങ്ങളിൽപ്പെട്ടതാണ്. ഒരാൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ഇബാദത്തുകൾ ചെയ്യുന്നത്, അതിനുശേഷം അവൻ ഉദ്ദേശിക്കാതെ തന്നെ ചില ആളുകൾ വന്ന് അവനെ പുകഴ്ത്തുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ആ പ്രവർത്തനം അത് പൊളിഞ്ഞു പോവുകയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് നല്ല സന്തോഷങ്ങളിൽപ്പെട്ടതാണ് എന്നാണ്. ഇനി എങ്ങനെയാണ് റിയായിനെ നമുക്ക് പരിഹരിക്കുക? റിയാ അത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അത് ഒന്നാമത്തെ കാരണം അത് ദുആ ആണ്, പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കുക, റിയായിൽ നിന്ന് രക്ഷ ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം, അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാതെ ശിർക്ക് സംഭവിക്കുക എന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കും. അതേപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളിൽ ഒന്ന്, അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സാലിഹ്, അല്ലാഹുവേ എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നീ സാലിഹാക്കി മാറ്റണമേ. വജഅൽഹു ലിവജ്ഹിക ഖാലിസൻ, അത് അല്ലാഹുവേ നിൻ്റെ വജു ഉദ്ദേശിച്ച് മാത്രമാക്കണമേ. വലാ തജഅൽ ലിഅഹദിൻ ഫീഹി ഷൈഅ, അതിൽ നിന്നൊന്നും മറ്റൊരാൾക്കും നീ ആക്കി തീർക്കരുത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക എന്നതാണ്. ഇനി രണ്ടാമത്തെ കാരണം അമലുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. അമലുകൾ വർദ്ധിപ്പിക്കുക, ധാരാളമായി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, അതും റിയാഇനെ തടുക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ്. അമലുകൾ വർദ്ധിപ്പിക്കുമ്പോൾ പിന്നെ പിശാച് അവൻ്റെ അടുക്കലേക്ക് വന്ന് ഇങ്ങനെയുള്ള വസ്വാസം ഉണ്ടാക്കുന്നത് അത് കുറയും. അതേപോലെ അവന് അത് തടഞ്ഞ് ശീലിക്കാൻ സാധിക്കും ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ. അതേപോലെ മൂന്നാമത്തെ കാരണം റിയാഇൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അതിന് പ്രതിഫലം നൽകുന്നതാരാണ്? അല്ലാഹു തആലയാണ്. ചെറിയൊരു പ്രശംസക്ക് വേണ്ടി എത്രയോ വലിയ പ്രതിഫലമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. അതേപോലെ ആ പ്രവർത്തനത്തിന് തൗഫീഖ് നൽകിയതാരാണ്? അള്ളാഹുവാണ്. അതേപോലെ നിനക്ക് എന്തെല്ലാം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം നൽകിയതാരാണ്? അല്ലാഹു തആലയാണ്. അതുകൊണ്ട് റിയാഇൻ്റെ യാഥാർത്ഥ്യം അതിനെക്കുറിച്ച് ആലോചിക്കുകയും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ റിയാ ഒരു പരിധി വരെ നമുക്ക് തടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി പരസ്യമായി ഇബാദത്തുകൾ ചെയ്യുന്നതിൻ്റെ വിധി എന്താ? പരസ്യമായി ഇബാദത്തുകൾ ചെയ്യുന്നതിൻ്റെ വിധി എന്താ? എല്ലാ നിർബന്ധ കർമ്മങ്ങളും അത് പരസ്യമായി ചെയ്യുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. എല്ലാ നിർബന്ധ കർമ്മങ്ങളും അത് പരസ്യമായി ചെയ്യുക എന്നതാണ് നിർബന്ധമായിട്ടുള്ളത്. ആ വിഷയത്തിൽ ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാ നിർബന്ധ കാര്യങ്ങളും ഇത് പരസ്യമാക്കാം. ജക്കാത്ത് അത് പരസ്യമായി കൊടുത്തു എന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. നിസ്കാരം അത് എല്ലാവരും ആളുകൾ കാണും എന്ന് വിചാരിച്ചുകൊണ്ട് വേറെ പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള നിർബന്ധ കാര്യങ്ങൾ ആളുകൾ കണ്ടു എന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെയുള്ള നിർബന്ധ കാര്യങ്ങൾ പരസ്യമായി ചെയ്യാവുന്നതാണ്. എന്നാൽ സുന്നത്തായ കാര്യങ്ങൾ അത് രഹസ്യമായി ചെയ്യലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. ഉദാഹരണത്തിന് സുന്നത്ത് നിസ്കാരങ്ങൾ അത് അഫ്ളലായിട്ടുള്ളത് വീട്ടിൽ നിസ്കരിക്കുക എന്നതാണ്. സുന്നത്തായ കാര്യങ്ങൾ അത് രഹസ്യമാക്കുക എന്നതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അടുത്തൊരു മസ്അല, ജനങ്ങൾ കാണുമെന്ന പേടി കൊണ്ട് അമലുകൾ ഒഴിവാക്കുക എന്നതിൻ്റെ വിധി എന്താ? സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. മറ്റുള്ള ആളുകൾ കാണും എന്ന പേടി കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇബാദത്തുകൾ ഒഴിവാക്കുക, അതും പാടില്ലാത്ത കാര്യമാണ്. അനുവദനീയമല്ലാത്ത കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇല്ലാലി മസ്ലഹ, എന്തെങ്കിലും വലിയ മസ്ലഹത്തുണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കുക. അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി ഇബാദത്തുകൾ ഒഴിവാക്കുക എന്നതും പാടില്ലാത്തതാണ്. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ചെയ്യുക, അവൻ്റെ നീയത്ത് ഏറ്റവും നല്ല രൂപത്തിലേക്ക് ആക്കി മാറ്റുകയും ചെയ്യുക. ഇനി ആളുകൾ കാണുന്നു എന്നതുകൊണ്ട് തിന്മകൾ ഒഴിവാക്കുക, അതിൻ്റെ വിധി എന്താണ്? ആളുകൾ കാണുന്നു എന്നതുകൊണ്ട് തിന്മകൾ ഒഴിവാക്കുക, തിന്മകൾ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. അത് ആളുകൾ കണ്ടാലുമില്ലെങ്കിലും അവൻ്റെ നീയത്ത് നന്നാക്കുകയും ചെയ്യുക. ആളുകൾ കാണുന്നു എന്നതുകൊണ്ട് ഞാനിത് ഇപ്പോഴും ചെയ്യുന്ന തിന്മയാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ചെയ്യുന്നു എന്ന് പറയലല്ല. തിന്മ ഒഴിവാക്കുകയും നീയത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുകയും ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അതേപോലെ ചിലപ്പോൾ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയാൽ, പരസ്പരം ഒരുമിച്ച് കൂടിയാൽ ഇബാദത്തിന് പ്രത്യേകം ഒരു ഉന്മേഷം ലഭിക്കും. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നു അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരും നിസ്കരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നിസ്കരിക്കാനൊരു ഉഷാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കാതിരിക്കണോ? വേണ്ടതില്ല. ആ ഒരു കാര്യം അത് ചെയ്യുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞില്ല, ഉസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹ. ഉസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരോടൊപ്പം നിന്റെ നഫ്സിനെ പിടിച്ചു വെക്കുക. ബിൽഗദാതി വൽഅശി, രാവിലെയും വൈകുന്നേരവും, യുരീദൂന വജ്ഹ, അല്ലാഹുവിൻ്റെ വജ്ഹ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവരുടെ കൂടെ നിന്റെ നഫ്സിനെ സബ്ർ ചെയ്ത് പിടിച്ചു വെക്കുക എന്ന് അല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇബാദത്ത്, പണ്ഡിതന്മാർ അതിൻ്റെ ഒരു ഫായിദയായി പറഞ്ഞത് ഇബാദത്തുകൾക്ക് ഉന്മേഷം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ ഒരുമിച്ച് കൂടുമ്പോൾ ഇബാദത്തിന് ഈമാൻ കൂടുകയും ഇബാദത്തിന് കൂടുതൽ താല്പര്യം തോന്നിയാൽ അതൊരു തെറ്റല്ല എന്ന് മനസ്സിലാക്കുക. അതേപോലെ ദഅവത്ത്,
മറ്റുള്ള ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ഒരു സംഭവമാണ് എന്ന് വിചാരിക്കും എന്നതുകൊണ്ട് ദഅവത്ത് അതിൽ നിന്ന് മടിഞ്ഞു നിൽക്കുക അതും പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് ദഅവത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുക, പഠിക്കുക, അതേപോലെ നമ്മുടെ നിയ്യത്ത് അത് നന്നാക്കുക.